ഇവർ സേഫ്റ്റി ശരിക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു അപകടം വന്നിട്ട് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അപകടം വരുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. നമസ്കാരം. ദേശീയപാത 6 വരി പാതയാക്കുന്നതിന്റെ വികസനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നമുക്ക് കാറിലാണ് മുന്നോട്ട് പോയെന്ന് കാണാം. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഡാണാപ്പടിയാണ്. ഡാണാപ്പടിയിലെ ഈ കിഴക്ക് ഭാഗത്ത് ഇനിയും കുറച്ച് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സൈഡിലുള്ള ഓടയുടെ പ്രവർത്തനമൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഹരിപ്പാട്ടോട്ടാണ് പോകുന്നത് ഡാണാപ്പടിയിൽ നിന്ന്. ഈ ഡാണാപ്പടി പാലമാണ് തൂതാ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഈ പാലത്തിന്റെ ഇവിടെ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കാണണം. ഇതാണ് ഡാണാപ്പടി പാലത്തിന്റെ സൈഡാണ്. ഇവിടെ ഈ പാലത്തിന്റെ പകുതി ഭാഗം ഏതാണ്ട് 10 മീറ്ററോളം പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിവിടെ യാതൊരു സേഫ്റ്റിയും ഇല്ലാതാണ് ഇവിടെ പൊളിച്ചിട്ടുള്ളത്. പാലം നേണ്ട പൊളിച്ചിട്ടേക്കാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഭാഗമാണ് ഇത്രയും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഹൈവേ ആണ്. ഇവിടെ രാത്രി കാലങ്ങളിൽ നിരവധി വാഹനങ്ങളൊക്കെ വരുന്ന അറിയാമല്ലോ, ഹൈവേയിലെ കാര്യങ്ങൾ അറിയാമല്ലോ. ഇവിടെ പണിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ കമ്പനിക്കാർ ഇവർ സേഫ്റ്റി ശരിക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു അപകടം വന്നിട്ട് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അപകടം വരുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ സമൂഹം അത്രത്തോളം ഇതിനെക്കുറിച്ച് അത്രയും ആങ്സൈറ്റിയിലാണ് ഇവിടെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. താഴെ ഏതാണ്ട് പൈലിംഗ് ഒക്കെ നടത്തി നല്ല വൃത്തിയായിട്ട് പരിപാടി ആണ്ട്. അപ്പുറത്തെ സൈഡ് തൂണ് പകുതി ആയിട്ടുണ്ട്, ഹാഫ് പോർഷൻ ആയിട്ടുണ്ട്. ഈ ഹൈവേയുടെ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഇന്നത്തെ മാതൃഭൂമിയിൽ ഈ ന്യൂസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സമൂഹം ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇവിടുത്തെ ഈ ഹൈവേ ഇത്രയും ഇതായിട്ട് 2 വരി പാതയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കണ്ടല്ലേ ഇത്രയും 4-5 മീറ്റർ ഇവിടെ കുറയുകയാണ്. ഇവിടെ കുറച്ച് 2-3 4 ഡിവൈഡർ മാത്രം വെച്ചേക്കുന്നു. ഈ ഒരു കാഴ്ച അടിയന്തരമായി ഇത് നിങ്ങൾ കാണുന്നവർ ഷെയർ ചെയ്യണം. ഈ വലിയൊരു ദുരന്തം തന്നെ ചിലപ്പോൾ ഇവിടെ സംഭവിക്കും. ഇത്രയും രാത്രി കാലങ്ങളിൽ അന്തർ സംസ്ഥാന ബസ്സുകളും ലോറികളും മറ്റ് വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു ദേശീയപാതയല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് മെയിനായിട്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു കാര്യം ജനശ്രദ്ധ നേടേണ്ട ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുപോലെ ഒരു വലിയ ദുരന്തം തന്നെ ഇവിടെ സംഭവിച്ചു പോകും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. ഇന്ന് കുറച്ച് പേരെ വിളിച്ച് പറയുകയും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് വന്നിട്ടുള്ളത്. കുറച്ച് റിഫ്ലക്ടറൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. പകല് പ്രശ്നങ്ങളൊന്നുമില്ല, രാത്രി കാലങ്ങളാണ് ഈ റോഡ് ഇവിടെ വന്നിട്ട് ഇത്രയും നാരമാകുകയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ ഇവിടെ അടിയന്തര ശ്രദ്ധ നീതി പുലർത്തണം ഇതിൻ്റെ കമ്പനിക്കാർ എന്നാണ് പറയാനുള്ളത്. അടിയന്തരമായിട്ട് നമ്മുടെ ഗവൺമെൻറ് അധികാരികൾ ഇതിൽ ഇടപെട്ടാലേ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യത്തുള്ളൂ. ഒരു ദുരന്തം വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും ഇടപെടുന്നൊരു നമ്മുടെ കേരളത്തിലെ രീതിയുണ്ട്. അത് മാറ്റിയിട്ട് ദുരന്തങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ നിന്ന് പണിയൊക്കെ ചെയ്യുന്നു. നമുക്ക് നാം क्या है ना? मेरा नाम सूरज कुमार। किधर है? मूल्य किधर है? जस्ट 6 से खरीदा। ഒരു അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഇവിടെ പണി. ഹൈവേയുടെ പണിയല്ല അവർ തന്നെ. ഈ വെയിലത്ത് നിന്നൊക്കെ പണിയുന്ന കണ്ടില്ലേ. നമുക്കിനി ഹരിപ്പാട് വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. അപ്പം ഹരിപ്പാടിലെ ടൗണിലെ ചില കാഴ്ചകളും ഉണ്ട്. അവിടെ ഇപ്പോൾ ട്രാഫിക് ഭയങ്കരമായി. നമ്മൾ കുറച്ച് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചാലേ ഇതൊരു നല്ല കാര്യം നടക്കത്തുള്ളൂ. അത് സത്യം തന്നെയാണ്. പക്ഷേ
ഈ ഹരിപ്പാട് ഇപ്പോൾ ഉത്സവം, ഹരിപ്പാട് ഏറ്റവും വലിയ ഉത്സവമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം, 10 ദിവസത്തെ ഉത്സവം. ആ ഉത്സവത്തിന് പോലും ഈ തെക്കേ നടയിൽ ഈ യാതൊരു കെയറും ഇല്ല, ഒരു പോലീസുകാരോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ ട്രാഫിക്, അവിടെ സേവാ പ്രവർത്തകർ പോലും ഇല്ലായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ നിരവധി പേരാണ് ഇവിടെ കൂടെ പാസ് ചെയ്തു പോയത്. അപ്പോട്ടെ കഴിഞ്ഞ കാര്യമാണ്, അപ്പോൾ ഒരു പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ രാത്രി കാലങ്ങളിലായാലും പകലായാലും ഹൈവേ കൂടെയുള്ള യാത്ര അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണിത്. ഇനിയിപ്പം മഴക്കാലം അങ്ങ് തുടങ്ങാൻ പോവുകയാണ്. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ അറിയാമല്ലോ ഇവിടുത്തെ അവസ്ഥകൾ. ഇപ്പം തന്നെ പൊടിയാണ് ഇവിടെ. പൊടി ഇപ്പോൾ ഏകദേശം വേനൽ മഴയൊക്കെ കിട്ടിയിട്ട് കുറച്ച് കുറവുണ്ട്. എന്നാലും നമ്മളിനി കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന അവസരങ്ങളൊക്കെ വരികയാണ്. അപ്പം വളരെ സേഫ്റ്റി ഈ ഹൈവേ കൂടെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമൂഹം തന്നെ, അധികാരികളല്ല, നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം അത് ശ്രദ്ധ പുലർത്തിയാൽ അത്രയും നല്ലതാണ്. നമുക്ക് ഒരു ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുക. ഇപ്പോൾ നമ്മൾ മാധവ ജംഗ്ഷനിലോട്ടാണ് വരുന്നത്. മാധവ ജംഗ്ഷനിൽ ഇവിടെ നിന്നുള്ള ഹൈവേയുടെ ഹരിപ്പാട്ടേക്കുള്ള ഓവർബ്രിഡ്ജിൻ്റെ പണി ഇവിടെ ഏകദേശം 2-3 സ്പാനൊക്കെ ആയിട്ടുണ്ട്, പകുതി. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ കറങ്ങി വരണം. ഇടത്തോ ഭാഗത്തോട്ട് വേണ്ട ഹരിപ്പാട് നിന്ന് അങ്ങോട്ട് ടൗൺ ഹാളിലോട്ട് പോകുന്ന ബസ്സൊക്കെ തിരിയുന്നുണ്ടോ, ഇങ്ങനെ തിരിഞ്ഞൊക്കെ വരണം. ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇവിടെ. ഇതൊക്കെ ഇവിടെ ഒരു അധികാരികളൊക്കെ കുറച്ച് പേര് ട്രാഫിക് പോലീസിനെയൊക്കെ ഇവിടെ ഇടുക അത്യാവശ്യമൊക്കെ വേണ്ടതാണ് ഇവിടെയൊക്കെ. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം. ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ അതിനുള്ള ഈ ഹരിപ്പാട് ഇവിടെ കൗണ്ടിങ് പോയിൻ്റാണ്. ഇവിടെ അതുമായിട്ട് ഉദ്യോഗസ്ഥരുടെ കാറുകളൊക്കെയാണ്. ഇതെല്ലാം ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ട ബസ്സുകളാണ്. കുറേ ബസ്സുകളുണ്ട് ഇനി. ഇനിയിപ്പോൾ നമ്മൾ ഒരു മാസം, ഇത് ഒരു ജൂൺ 5-നൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടത് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അത്രയും നാൾ നമ്മൾ കാത്തിരിക്കണം. എന്താണ്ട് കേട്ടോ, എത്ര ബസ്സുകളാണ് കിടക്കുന്നത്. നമ്മളൊരു തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ എത്രയോ ഉദ്യോഗസ്ഥർ, എത്രയോ ആൾക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജനാധിപത്യ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ പിന്നിലുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ഇതൊക്കെയാണ്. എത്ര ബസ്സുകളാണ് കിടക്കുന്നത്. ഗ്രൗണ്ട് നിറച്ച് ബസ്സുകളാണ്. നമ്മളിനി പ്രവേശിക്കുന്നത് KSRTCയുടെ ഭാഗത്തേക്കാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു വ്ളോഗ് ചെയ്തായിരുന്നു. ഈ KSRTCയുടെ ഇവിടുത്തെ ഒരു കൺജഷൻ ഉണ്ടായിരുന്നു. ആകെപ്പാടെ റോഡ് ഇങ്ങനെ ബസ്സൊക്കെ വന്ന് തിരിയുമ്പോൾ അവിടെ ആ ട്രാൻസ്ഫോമറിൻ്റെ പിന്നെ തൂണിലൊക്കെ ഇടിക്കുന്നൊരു വ്ളോഗ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഏതായാലും ഫലം ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ അവിടെ സുഗമമായ രീതിയിൽ വണ്ടി വന്ന് തിരിയുന്നതിനുള്ള സംവിധാനം അധികാരികൾ അത് ശ്രദ്ധിച്ചു. അതങ്ങനെ ഒരു വ്ളോഗ് കൊണ്ട് അങ്ങനൊരു ഗുണം നമുക്കുണ്ടായിട്ടുണ്ട് പൊതുജനങ്ങൾക്ക്. അതുകൂടി ഇപ്പോൾ അറിയിക്കുകയാണ്. ഇപ്പോൾ KSRTCയുടെ ഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സൈഡിലെ KSRTCയുടെ, അതായത് ഇപ്പോൾ തെക്കോട്ട് പോകുമ്പോൾ പടിഞ്ഞാറ് സൈഡിൽ ഇവിടെയുള്ള രാത്രിയിലെല്ലാം പണി നടക്കുന്നുണ്ട്. അവിടെ വലിയ ക്രെയിനൊക്കെ കൊണ്ടിട്ടിട്ട് പൈലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ രാത്രികാലങ്ങളിലാണ് ശരിക്കും ഇവിടെ പണി നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉത്സവത്തിൽ നിന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ്. ഇവിടെ ഇപ്പം ഈ റോഡ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നം ശരിയായ രീതിയിലുണ്ട്. ഇത്രയാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യൂസ് ചെയ്യുന്ന ഒറ്റ വേയിൽ കൂടാണ് പോകുന്നത്. KSRTCയുടെ അവിടെ നിന്ന് ഇനി തിരിഞ്ഞു ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ട്രാഫിക്കിന് ശരിക്കും പ്രശ്നമുണ്ട് ഇവിടെ. KSRTCയിലോട്ട് പോകുന്ന ബസ്സുകൾ കയറി പോകുന്ന വഴിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വെഡ്ലാൻഡിൻ്റെ മുൻഭാഗത്തും ഇങ്ങനെ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഭാഗത്തേക്ക് ഇത്രയുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും പോകുന്നതിനുള്ള വഴി. ഇത്രയേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു രാവിലെയൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്, നല്ല പൊടിയാണ്. KSRTCയുടെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ക്രെയിൻ ഇട്ടിട്ട് വേണ്ട അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. കുറേ തൊഴിലാളികളൊക്കെ ഉണ്ട് ഇവിടെ. രാത്രി
രാത്രികാലങ്ങളിൽ ശരിക്കും ഇവിടെ നല്ല പണികൾ നടക്കുന്നുണ്ട്. കുറേ തൊഴിലാളികൾക്ക് രാത്രിയിൽ ഇവിടെ ഷിഫ്റ്റ് പ്രകാരമാണ് ഇവിടെ പണികളൊക്കെ നടക്കുന്നത്. ഇതാണ് മാധവ ജംഗ്ഷനിലെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. 2 സൈഡിൽ കൂടെ ഉള്ള സ്പാനുകളുടെ കുറേ ഒരു 10 മീറ്ററോളം ഹൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. വഴി ശരിക്കും ഉണ്ട് ഇവിടെ. മഴക്കാലം വരുമ്പോഴാണ് ഇനി കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ബസ് കാത്തു നിൽക്കുന്നതുകൊണ്ട് കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് ഈ ചൂടത്ത് നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പ് ഒന്നും ഇപ്പൊ എവിടെയാണെന്ന് പോലും ബസ്സുകാർക്ക് അറിയത്തില്ല, നിൽക്കേണ്ടവർക്ക് അറിയത്തില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിന് അങ്ങനെ പറ്റുള്ളൂ. ഒരു ചെറിയൊരു വ്ളോഗാണ് ഈ ചെയ്തേക്കുന്നത്. ഹരിപ്പാടിലെ ഒരു ഡാണാപ്പടിയിലെ പ്രശ്നം ഒന്ന് അധികാരികൾ പെട്ടെന്ന് എത്തിക്കണമെന്ന് ചില ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് അടിയന്തരമായി ഇന്ന് തന്നെ ഈ വോട്ടൊക്കെ ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് തന്നെ വന്നിട്ട് ചെയ്തത്. നാളെ ഇത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു വ്ളോഗാണ് ചെയ്തേക്കുന്നത്. വലിയ സംഭവങ്ങളൊന്നുമല്ല, ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. നമുക്കൊരടുത്തൊരു വ്ളോഗ്, റോഡിൻ്റെ വ്ളോഗ് നല്ല കുറച്ചുകൂടെ യാത്ര ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അടുത്തൊരു വ്ളോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.